എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഒരു 3 ചേരുവകൾ കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് തണുപ്പിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇത് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അത് ഡയറി വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നോൺ ഡയറി ആയിട്ടുള്ള നമ്മൾ കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം എടുത്താലും മതിയാവും. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊരു ക്രീമി ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. അപ്പം കണ്ടൻസ് മിൽക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പം ആ പാലിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും, നല്ല മധുരവും കിട്ടും. അപ്പം കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുമ്പോഴായിരിക്കും ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് നന്നായിട്ട് തണുപ്പിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് മിക്സായി കിട്ടുന്നത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം കണ്ടൻസ് മിൽക്ക് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വേക്ക്ഫീൽഡിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഒരു ബ്രാൻഡാണ് വേക്ക്ഫീൽഡ്. നല്ല ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡറാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഹൈ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ തെറിച്ച് വെളിയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പൗഡർ ഇട്ടുകൊണ്ട് തന്നെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കും. അതൊരു സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ക്രീമിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം കൊക്കോ പൗഡറൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇപ്പം ഇതുപോലൊരു ക്രീമി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത ബീറ്ററിൻ്റെ ബ്ലേഡിൽ ക്രീമും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫ്രീസർ സേഫ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫ്രീസർ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ആയാലും മതിയാവും. അതിൽ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം മേലേക്ക് ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 8 മണിക്കൂർ ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു 8 മണിക്കൂർ നമുക്ക് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി സ്കൂപ്പർ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ 8 മണിക്കൂർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ഒത്തിരി അങ്ങ് സെറ്റായി പോവും. അപ്പോൾ അങ്ങനെ ഓവർ സെറ്റായിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുത്താൽ മതിയാവും. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സരനീസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്